വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ബ്രെഡ് പോളയാണ്. വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 4 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കാം. 1/2 കപ്പിന്റെ അടുത്ത് മധുരം വേണ്ടി വരും. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം, 1 കപ്പ് പാല്. ഇത്രയും സാധനങ്ങൾ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 5 വലിയ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ അരികൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ചെറിയ ബ്രെഡ് ആണെങ്കിൽ 6 എണ്ണം എടുക്കേണ്ടി വരും. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. പഞ്ചസാര മെൽറ്റ് ആവണം. ഈ ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അത്രയേ ഉള്ളൂ. നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു മാവിന്റെ പാകത്തിലാണ് ഉണ്ടാവുക. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാം. ഞാൻ അടുപ്പത്ത് ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് ചെറിയൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം പശുവിൻ നെയ്യാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഒക്കെ മതിയാവും. അത് ഒന്ന് എല്ലാ വശത്തും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴേക്കും നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ടാവും. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചിട്ടെടുക്കാം. ഓരോരുത്തരുടെ അടുപ്പിന്റെ ചൂടും പാത്രത്തിന്റെ അളവൊക്കെ അനുസരിച്ചിട്ട് ടൈമിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് ഇതിപ്പോൾ ഏകദേശം 30 മിനിറ്റിന്റെ അടുത്താണ് വേവാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. ചെറുതായിട്ടൊരു നനവ് ഉണ്ടാവും. പക്ഷെ അത് ചൂട് നനഞ്ഞു കഴിഞ്ഞാൽ ശരിയായി കിട്ടും. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കി ക്ലീൻ ആയി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ്. ഇത് ചൂട് നനഞ്ഞതിന് ശേഷം പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കുക. നല്ല ഹൈറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. സൈഡൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂട് നനഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് സെർവ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് തണുപ്പിച്ച് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുഡിങ്ങിന്റെ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.